ഇറ്റലിയിലെ മിലാനിൽ വെച്ച് പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ മോഷണം പോയതായി പ്രശസ്ത പ്രമേഹ രോഗ വിദഗ്ധൻ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്. ഭാര്യയ്ക്കൊപ്പം റിസർച്ച് പേപ്പർ അവതരിപ്പിക്കുന്നതിനായി ഫ്ലോറൻസിലേക്ക് പോകുന്നതിനിടെ മിലാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു സംഭവം. വലിയ ട്രോളി ബാഗ് കൊണ്ട് കാലിൽ ഇടിച്ച് അപകടപ്പെടുത്തിയായിരുന്നു കവർച്ച. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ജ്യോതിദേവ് നമ്മോടൊപ്പം ചേരുന്നു. ജ്യോതിദേവ്, കഴിഞ്ഞ ദിവസം ഇത് മാധ്യമങ്ങളിലൊക്കെ വരികയുണ്ടായി. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ഞാൻ വാസ്തവത്തില് ഫ്ലോറൻസിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഫ്ലോറൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ഫ്ലൈറ്റ് ഇല്ലാത്തത് കാരണം ഞാനും വൈഫും മിലാനിൽ ലാൻഡ് ചെയ്ത ശേഷം അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ നിന്നും ഒരു ട്രെയിനിൽ ഫ്ലോറൻസിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങളിങ്ങനെ കടന്നു ചെല്ലുന്ന ആ നിമിഷം തന്നെ ഒരു കറുത്ത വർഗ്ഗക്കാരൻ മെലിഞ്ഞു ഒരു മനുഷ്യൻ പാഞ്ഞു വന്ന് ഒരു വലിയൊരു കറുത്ത ബാഗായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ വലത് കാൽ മുട്ടിലിടിച്ചു. അത് പെട്ടെന്ന് ഷോക്കായിരുന്നു. അപ്പം ഞാൻ അങ്ങ് മുന്നിലേക്ക് അങ്ങ് മറിഞ്ഞുപോയി. വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. എൻ്റെ വൈഫ് പെട്ടെന്ന് കുനിഞ്ഞെന്നെ അയ്യോ എന്ത് പറ്റിയെന്ന് അത് ചോദിച്ചു. അങ്ങനെ കുനിഞ്ഞിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒരു സ്ത്രീയും കൂടെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. രണ്ടുപേരും അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമാകുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നിമിഷം അവിടെ നിന്ന ശേഷം അങ്ങ് മാറി അവിടെ നിന്ന്. പക്ഷേ പിന്നെ ഒരു 10 മിനിറ്റിനുള്ളിലാണ് അറിയുന്നത് എല്ലാം നഷ്ടപ്പെട്ടു. കേൾക്കുന്നുണ്ടല്ലോ. പോലീസിന്റെ അവിടെ നിന്നുള്ള അധികൃതരുടെ ഇടപെടലൊക്കെ തണുപ്പൻ മട്ടിലുള്ളതായിരുന്നു എന്നും താങ്കൾ പരാതി പറയുകയുണ്ടായല്ലോ. എന്താണ് അവിടെ ഉണ്ടായ അനുഭവം? വളരെ കാര്യമായിട്ടാണ് പോലീസ് ഞങ്ങളോട് പെരുമാറിയത്. വളരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുകയൊക്കെ ചെയ്തു. FIR തയ്യാറാക്കി. പക്ഷെ പിന്നീടാണ് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് കോൺസുലുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പാസ്പോർട്ട് ഇവിടുന്ന് ഇഷ്യൂ ചെയ്യും. തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ടുള്ള എമർജൻസി സർട്ടിഫിക്കറ്റ് കിട്ടും. നഷ്ടപ്പെട്ടു പോയ പണവും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒന്നും കിട്ടില്ല, പാസ്പോർട്ടും കിട്ടില്ല. പെട്ടെന്ന് പാസ്പോർട്ട് ഡീആക്ടിവേറ്റ് ചെയ്യാന്ന്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു അത് ഒരു 10ഓളം CCTV ക്യാമറ ഉള്ള ഒരു സ്ഥലമായിരുന്നത്. വ്യക്തമായിട്ട് സമയം ഓർമ്മയുണ്ട്. 6:20 മാർച്ച് 5-ാം തീയതിയാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലാകുന്നത് അത് ഒരുപാട് ക്രൈം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെ സമാനമായ ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പോലീസിന്റെ അനാസ്ഥയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്കത് സാധിക്കാത്തൊരവസ്ഥയായിരിക്കാം. ഒരുപാട് ഇമിഗ്രൻസ് ഒക്കെ അവിടെ ഉള്ളത് കൊണ്ട് അത് സാധിക്കാം. പക്ഷെ വല്ലാത്തൊരു അനുഭവമാണ്. നമുക്ക് മറ്റൊരു രാജ്യത്ത് നമുക്ക് പാസ്പോർട്ട് നഷ്ടപ്പെടുമ്പോൾ, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുരിതമാണത്. അത് രാത്രിയായിരുന്നു. ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയായി. പിന്നെ ഭാഗ്യത്തിന് ഞങ്ങൾ താമസിച്ചൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ. അപ്പൊ അവിടെ ഈ വിശേഷം അറിയിക്കാതെ അവിടെ ഞങ്ങളുടെ പാസ്പോർട്ട്സും രേഖകളും ഉള്ളത് കൊണ്ട് അവിടേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചുപോയി. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ കോൺസുലുമായിട്ട് ബന്ധപ്പെട്ടു. അവർ വളരെ നന്നായിട്ട് സഹകരിച്ചു. അവിടുത്തെ ആൾക്കാര്, അതുൽ, മറ്റ് ജീവനക്കാര്. പിന്നെ ശശി തരൂര്, അദ്ദേഹം ശശിയേട്ടൻ വിളിച്ചു പറഞ്ഞാണ് ഇത് വാസ്തവത്തിൽ സ്പീഡപ്പ് ചെയ്യാൻ സാധിച്ചതും. ദിവസങ്ങളെടുക്കുന്ന ഒരു പ്രക്രിയ എനിക്ക് തോന്നുന്നു ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് തന്നെ അവർ എമർജൻസി ഡോക്യുമെന്റ്സ് ഒക്കെ ഞങ്ങൾക്ക് തയ്യാറാക്കി തന്നു. എന്നിട്ട് അവർ തന്നെ പറഞ്ഞു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുക, പ്രഭാഷണമൊക്കെ നടത്തിയിട്ട് പോയാൽ മതി. ഞാൻ ഇൻവൈറ്റഡ് സ്പീക്കറായിരുന്നു ഫ്ലോറൻസിൽ. അപ്പോൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നുപോയി. പക്ഷെ അതൊക്കെ കഴിഞ്ഞ ശേഷം തന്നെയാണ് തിരികെ എത്തിയത്. നന്ദി ഡോക്ടർ ജ്യോതിദേവ് പ്രതികരിച്ചതിന്. ഡോക്ടർ ജ്യോതിദേവാണ് ഇറ്റലിയിലെ മിലാൻ വെച്ചുണ്ടായ ദുരനുഭവം പങ്കുവച്ചത്.